1 തെസ്സലോനിക്കർ 5-ന്റെ 3-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കേൾക്കുന്നത്. തമ്മിൽ തമ്മിൽ ആത്മീയവർദ്ധന വരുത്തുക. 12-ാം വാക്യം. ആ ആ അറിഞ്ഞ് ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അടുത്ത തമ്മിൽ സമാധാനമായിരിക്കും. ഇവിടെ ശ്രദ്ധിച്ചു പഠിക്കേണ്ട ഒരു വിഷയം 1 തെസ്സലോനിക്കർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാനുള്ള ശക്തമായ പ്രബോധനമാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ വരവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാനതയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാലത്തോടും കൂടി സ്വർഗ്ഗം നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവരും വരുത്തുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്നവരാ നാം ഒരുമിച്ച് കർത്താവിനെതിരെ ഇപ്പം ആകാശത്തിൽ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടി ഇരിക്കുമെന്നൊക്കെ ശക്തമായ പ്രബോധനം പറഞ്ഞിട്ട്, കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ട്, ഈ കർത്താവിൻ്റെ വരവിന് ആര് പോകുമെന്നാണ് ഈ 5-ാം അധ്യായം പറയുന്നത്. അതാരും ഇന്ന് പഠിപ്പിക്കുന്നില്ല. എല്ലാവരും അങ്ങ് പൊക്കോളും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആരെങ്കിലും എവിടെയെങ്കിലും ഒരു വിശ്വാസി മരിച്ചു കഴിഞ്ഞാൽ ഉടനെ വാട്സപ്പിലും യൂട്യൂബിലും ഒക്കെ അങ്ങോട്ട് ഇട്ടുകൊള്ളുക. എന്താണ്? ഇന്ന ആൾ മഹത്വത്തിൽ പ്രവേശിച്ചു. തലയും കുത്തിയ ക്രിസ്ത്യ ജീവിതം നയിച്ചവനാണെങ്കിലും മരിച്ചു കഴിയുമ്പോൾ പറയുന്നത് എന്താ? മഹത്വത്തിൽ പ്രവേശിച്ചു, കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു, ബെയൂല ദേശത്തേക്ക് പോയി, പ്രൊമോട്ടഡ് ഹെവൻ. ഇതൊക്കെ നമ്മുടെ ഇടയിലുള്ള ഒരു ശൈലിയായി മാറിയിരിക്കുക. ഇതെങ്ങോട്ട് പോയെന്നുള്ളത് തമ്പുരാനല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല. ഇവിടെയാണ് ഞാൻ ഇടപെടുന്നത്. കാരണം നമ്മൾ അങ്ങനെ ഊഹാപോഹം പറഞ്ഞുകൊണ്ടിരുന്നാലൊന്നും കാര്യം നടക്കത്തില്ല. പണ്ടൊരു പാസ്റ്ററമ്മ പറഞ്ഞതുപോലെ, ഞങ്ങളുടെ പാസ്റ്ററപ്പച്ചൻ ഞങ്ങളെ വിട്ടുപോയി. പാസ്റ്ററപ്പച്ചൻ ഞങ്ങളെ സ്ട്രിക്റ്റായിട്ടൊക്കെ നടത്തി, കുഞ്ഞുങ്ങളെയൊക്കെ ശക്തമായി പഠിപ്പിച്ചു, അവരെ ശാസിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു. സഭയ്ക്കും പാസ്റ്ററപ്പച്ചനൊരു അനുഗ്രഹമായിരുന്നു. ഞാൻ നിശ്ചയമായി വിചാരിക്കുന്നു ഞങ്ങളുടെ അപ്പച്ചൻ സ്വർഗത്ത് കാണുമെന്ന്, പാസ്റ്ററപ്പച്ചൻ സ്വർഗത്ത് കാണുമെന്ന്. ആ പറച്ചിലിൽ തന്നെ ഉണ്ട് എന്തോ പന്തികേട്. ഞാനിത് വിമർശനമല്ല, നമ്മളൊന്ന് പഠിക്കാൻ വേണ്ടി പറയുക. സ്വർഗത്ത് പോകുന്ന കാര്യത്തെക്കുറിച്ച് ലേലം വിളി നടത്തേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ അപ്പച്ചൻ സ്വർഗത്തിലുണ്ട് എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ കഴിയണം. നിത്യതയിലേക്ക് പോയെന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ കഴിയണം. അത് നമ്മുടെ ഒരു ശൈലിയായി മാറരുത്. അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ, പറയാൻ പറ്റത്തുള്ളൂ, കാര്യം ശരി. പക്ഷെ അത് സംഭവിക്കുമോ? ബെയൂലദേശത്ത് പോയോ? നിത്യത പ്രാപിച്ചോ? വിശ്രാമ സ്ഥലത്ത് ആളെത്തിയോ? എന്താ തെളിവ്? എന്താ ഉറപ്പ്? ഞാൻ അതിനെക്കുറിച്ച് ഒന്നിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാനായിട്ട് താല്പര്യപ്പെടുന്നത്, ഈ ഉയർപ്പ് ലഭിക്കണമെങ്കിൽ, രൂപാന്തരം ലഭിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്ത് എടുക്കേണ്ടതായ ഘനമായ ചില ആത്മീക അനുഭവങ്ങൾ, വിഷയങ്ങളുണ്ട്. അതാണ് അതിൻ്റെ കാര്യം. ഉയർപ്പൊന്നും ചുമ്മാ കിട്ടത്തില്ല, രൂപാന്തരമൊന്നും ചുമ്മാ കിട്ടത്തില്ല. അതിനുവേണ്ടി നാം അനുവർത്തിക്കേണ്ടതും നാം അനുസരിക്കേണ്ടതുമായ ദൈവവചനത്തിൻ്റെ ഉപദേശ സത്യങ്ങൾ, ദ ഫോം ഓഫ് ഡോക്ട്രിൻ, ഉപദേശ സത്യങ്ങൾ പുതിയ നിയമസഭയ്ക്ക് അപ്പോസ്തലന്മാർ തന്നിട്ടുണ്ട്. അതാരും പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല, ചുമ്മാ അങ്ങ് പറഞ്ഞോളുക. അവിടെയാണ് ഞാൻ കയറി ഇടപെടുന്നത്. നീണ്ട 25 വർഷം ഞാനും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ അത് കഴിഞ്ഞ് ദൈവവചനത്തിൻ്റെ ശരിയായ പ്രോപ്പർ ചാനലിലൂടെയുള്ള പഠനം ലഭിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ആരാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്, ആരാണ് രൂപാന്തരം പ്രാപിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ച് കൊണ്ടിരുന്നവർ. റോമാലേഖനം 6-ാം അധ്യായത്തിൽ പഠനത്തിലേക്ക് വരുമ്പോൾ, ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ച് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരുന്നവർ. പാപത്തിന് ദാസന്മാരായിരുന്നെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുക. പാപം ചെയ്താൽ കിട്ടുന്ന ഫലം ലജ്ജയാണ്. കഴിഞ്ഞ മെസ്സേജിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും അത് പറയാൻ എനിക്ക് പ്രേരണയുണ്ട്. പാപം ചെയ്യുമ്പോൾ കിട്ടുന്നത് ലജ്ജയാണ്. റോമർ 6-ാം അധ്യായത്തിലെ പഠനമാണ്. നീതി ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താ? വിശുദ്ധീകരണമാണ്. പാപം ചെയ്താൽ ലജ്ജ പ്ലസ് ലജ്ജ പ്ലസ് ലജ്ജ.
ഈസിക്കൽ ടു നിത്യമരണം, ആത്മമരണം. നീതി ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? വിശുദ്ധീകരണം പ്ലസ് വിശുദ്ധീകരണം പ്ലസ് വിശുദ്ധീകരണം ഈസിക്കൽ ടു എവർ ലാസ്റ്റിംഗ് ലൈഫ്, നിത്യജീവൻ. ഇതാണ് വേദപുസ്തകത്തിൽ തന്നിരിക്കുന്ന ഫോർമുല. അത് പൗലൂസാണ് പഠിപ്പിക്കുന്നത്. ആ പൗലൂസാണ് അത് പഠിപ്പിക്കുന്നത്. പൗലൂസ് ആരാ? ഗലാത്യലേഖനം 1:1 വാക്യം ഒന്ന് വായിച്ചേ. ഗലാത്യലേഖനം 1:1. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോയാൽ അബദ്ധത്തിൽ ചെന്നുചാടും. അതുകൊണ്ട് ഞാനൊരു വിശദമാക്കുക. അത് മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവാം ദൈവത്താലും അത്രേ അപ്പോസ്തലനായി. മതി. മനുഷ്യരാലല്ല, മനുഷ്യരിൽ നിന്നുമല്ല. ഇപ്പൊ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച് മനുഷ്യരും ശുശ്രൂഷന്മാരാക്കി വെക്കുക, ഗ്രാജുവേഷനും കൊടുത്ത്. ഞാനും ഒരു ഗ്രാജുവേഷൻ എടുത്ത ആളാണ്. ഒരു തുണിയൊക്കെ പുതപ്പിച്ച് ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല, ഒരു വെള്ള പേപ്പർ കൈ ചുരുട്ടി തന്നെ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് വെള്ള പേപ്പറാണല്ലോ, ആ സർട്ടിഫിക്കറ്റൊക്കെ പിന്നെ തരും, ഇതിപ്പോൾ പിടിച്ചോ, ഡെമോ ആയിട്ടൊന്ന് പിടിച്ചോളാം. ഇതും പിടിച്ചോണ്ടിരുന്ന് ഒരു 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 ചുമന്ന തുണിയൊക്കെ ഇട്ട് അത് കുട്ടപ്പനായിട്ട് ഗ്രാജുവേഷനൊക്കെ നടത്തി. പാസ്റ്ററായിട്ട് മനുഷ്യൻ നിയമിച്ചതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ മനുഷ്യൻ നിയമിച്ചതിനപ്പുറമായി ദൈവം നിയമിക്കണം. ദൈവം നിയമിച്ചതിൻ്റെ ചരിത്രം അവിടെ കിടക്കുന്നത്. അവൻ ചിലരെ എഫെസ്യ ലേഖനം 4:11 അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ നിയമനം അതെവിടെയുണ്ട് പാസ്റ്റർ? എനിക്കറിയത്തില്ല. ദൈവം നിയമിച്ചവൻ ദൈവത്തിൻ്റെ വചനം സംസാരിച്ചുകൊണ്ടിരിക്കും. ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കും. ഇത് രണ്ടുമൊന്നും നടക്കുന്നില്ല. സംഘടനകൾ നിയമിച്ചവര്, സ്വയം കയറി ആയവര്, ദൈവമാക്കി വെച്ചവർ, ഈ 3 നിലയിലാണ് നിയമനം നടക്കുന്നത്. അല്ല, എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും സംഘടന നിയമിച്ചവരാണ് ഏറ്റവും കൂടുതൽ. അവർ സംഘടനയെ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കും, സംഘടനയെ ഉയർത്തിക്കൊണ്ടിരിക്കും. നമ്മൾ കണ്ടുവരുന്നതല്ലേ, ഞാൻ ഇന്ന പ്രസ്ഥാനത്തിലായിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. അപ്പോൾ ആ പ്രസ്ഥാനത്തല്ലേ ഉയർത്തുന്നത്? ക്രിസ്തുവിനാണോ പുള്ളി ഉയർത്തുന്നത്? അല്ല. ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളായിരിക്കുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. അപ്പോൾ ആ സംഘടനയുടെ വ്യക്തിത്വത്തെ അല്ലേ അവർ കാണിക്കുന്നത്, അവർ പെരുപ്പിച്ച് കാണിക്കുന്നത്, പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇവിടെ സംഘടനകളല്ല, വ്യക്തികളല്ല പ്രാധാന്യം. നമ്മൾ കർത്താവിൻ്റെ ദാസന്മാരാണ്, കർത്താവിൻ്റെ ദാസിദാസന്മാരാണ്, ദൈവസഭയുടെ അംഗങ്ങളാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരവും അതിനെ ജയിക്കുകയില്ല. അപ്പൊ കർത്താവിൻ്റെ സഭയാണ് നമ്മൾ. പേരൊക്കെ ആയിരുന്നാലും നമ്മൾ കർത്താവിൻ്റെ സഭയാ. ദിനം പ്രതി രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് പ്രവൃത്തി 2 പറയുന്നത്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൂട്ടായും ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് വരുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അല്ല വഴിയെ പോകുന്നവനൊക്കെ പിടിച്ച് സഭയെ ചേർക്കുന്ന പരിപാടിയല്ല ഇത്. കടം മാറ്റി, കഷ്ടത മാറ്റി, കണ്ണീര് തുടച്ച്, ജോലി മേടിച്ചു കൊടുത്ത്, വിസ മേടിച്ചു കൊടുത്ത്, ലോകത്തിൻ്റെ ഭൗതിക അനുഗ്രഹങ്ങളൊക്കെ തലയറിഞ്ഞു കിടന്ന് പ്രാർത്ഥിച്ച്, കാനോച്ചൻ്റെ ഭാഷയാത്, തലയറിഞ്ഞു കിടന്ന് പ്രാർത്ഥിച്ച് അതെല്ലാം മേടിച്ചു കൊടുത്ത് സഭയെ കൊണ്ടുവന്നിരുത്തി ഉണങ്ങിയ പാപിയെ നനഞ്ഞ പാപിയാക്കി തീർക്കുന്ന സിസ്റ്റമല്ല പെന്തക്കോസ്. പെന്തക്കോസ്ത് ഒരു അനുഭവമാണ്. പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നീതി ചെയ്ത് നീതിയുടെ ദാസനായി വിശുദ്ധീകരണം പ്രാപിച്ച് നിത്യതയ്ക്ക് പോകുന്ന മാർഗമാണ് പെന്തക്കോസ്ത്. അതാ ഞാൻ ഇത്ര ശടിച്ചു പറയാനുള്ള കാരണം. ഹല്ലേലൂയ. റോമലേഖനം 6-ാം അധ്യായം നിങ്ങൾ പഠിച്ചാൽ പാപം ചെയ്തുകൊണ്ടിരുന്ന വിശ്വാസികൾ കർത്താവിനെ രക്ഷിതമായി സ്വീകരിച്ചു, ദൈവകൽപ്പനയായ സ്നാനമനുസരിച്ചു. സ്നാനത്തിൽ എന്ത് സംഭവിച്ചു? യേശുവിനോടുകൂടി മരിച്ചു, യേശുവിനോടുകൂടി അടക്കപ്പെട്ടു, യേശുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റു, യേശുവിനെ ധരിച്ചു. അതാ സ്നാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്നാനത്തിൻ്റെ മഹത്വമൊക്കെ നഷ്ടപ്പെടുത്തുക. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ക്യാപ്റ്റൻ ഷാമോല് പറഞ്ഞ ഒരു ഉദാഹരണം എന്നെ വളരെ വേദനിപ്പിച്ചു. വടക്കേ ഇന്ത്യയിൽ ഒരു ആറൊക്കെ ഉള്ള ഒരു ദേശം, നദികളൊക്കെ ഒഴുകുന്ന ഒരു ദേശത്ത് ഒരു വലിയ ചർച്ചിൽ തന്നെ പ്രസംഗിക്കാൻ വിളിച്ച സമയത്ത് താൻ അവിടെ പോയി റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ, വേറൊരു പാസ്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 10-500 മീറ്റർ ദൂരെ ഈ വെള്ളത്തിൽ നദി ഇങ്ങനെ ഒഴുകുന്നതിൻ്റെ അരികിൽ ഒരു കൂട്ടം ജനം ഇങ്ങനെ കൂടിയിരിക്കുന്നു. താൻ ചോദിച്ചു, എന്താ പാസ്റ്റർ ജനം അവിടെ കൂടിയിരിക്കുന്നത്? അത് സ്നാനപ്പെടുത്തുകയാണ്. നമ്മുടെ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട സ്നാനമാണ്. അതെ,
ആ പാസ്റ്റർ ഇച്ചിരി സത്യവും നീതിയൊക്കെ ഉള്ള ആളായതുകൊണ്ട് പുള്ളി സത്യം തുറന്നു പറഞ്ഞു. ഇനിയിപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ കുറവാണ്, ഉണ്ട് കേട്ടോ, വളരെ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. പുള്ളിയോട് ചോദിച്ചു അങ്ങനെ ഏത് നിലയിലാ സ്നാനം? അത് ഇവിടെയുള്ള ചർച്ചുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇത്ര പേരെ സ്നാനപ്പെടുത്തിയാൽ ഇത്ര രൂപ വെച്ച് തരും. അതിനാള് തരാൻ കോൺട്രാക്ടർമാർ കിടപ്പുണ്ട്. 50 ആളെ വേണമെന്ന് പറഞ്ഞാൽ 50 ആളെ കൊണ്ടുവന്ന് തരും. ഒരാൾക്ക് ഇത്ര രൂപ വെച്ച് കൊടുക്കണം. 200 രൂപ 300 രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ആളെ വേണമെങ്കിലും സ്നാനപ്പെടുത്താൻ തരും. ഞാനിത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ? പക്ഷെ ഈ പറഞ്ഞ വ്യക്തി സത്യമേ പറയുള്ളൂ എന്നുള്ളത് കൊണ്ട് എനിക്ക് വിശ്വസിക്കാതിരിക്കാനും തരവില്ല. കാരണം അതുപോലൊരു വിഷയമല്ലേ. 200 രൂപ വെച്ച് കൊടുത്താൽ സ്നാനപ്പെടുത്താൻ ആളെ തരാം. എത്ര വേണം? 100 വേണോ? 200 വേണോ? അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ടുവരും. അണ്ണന്മാരെ അവരെയൊക്കെ കൊണ്ട് വിളിച്ചുകൊണ്ട് വന്ന് അവർക്ക് എന്ത് ചെയ്യും? 100 രൂപ വെച്ച് കൊടുക്കും. ഒരു വടക്കേന്ത്യക്കാരന് 100 രൂപ കിട്ടിയ വലിയ കാര്യമാണ്. വടക്കേന്ത്യക്കാരന് ഒരു ദിവസത്തെ ശമ്പളം ഞാൻ പറഞ്ഞു കേട്ടത് 200 രൂപയാണ്. കാരണം അവിടുത്തെ മുതലാളിത്ത വ്യവസ്ഥിതി നിൽക്കുന്ന നാടാണത്, വടക്കേന്ത്യയിൽ പലതും. അതുകൊണ്ടാണ് ഇലക്ഷനിൽ ഈ പാർട്ടികളൊക്കെ ജയിച്ചു കയറി പോരുന്നത്. ഒരു വിവരവും ബോധവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആൾക്കാരാണ്. 100 രൂപ ഒരു 5 മിനിറ്റിന് വേണ്ടി ഒന്ന് വെള്ളത്തിൽ മുങ്ങിയാൽ കിട്ടുമെന്ന് വെച്ചാൽ അവർ എത്ര വേണമെങ്കിലും മുങ്ങിക്കൊടുക്കും. അവൻ തന്നെ 5 പ്രാവശ്യം വേണമെങ്കിലും മുങ്ങും. അപ്പം 500 രൂപ കിട്ടത്തില്ലേ? അങ്ങനെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അവിടെ എന്ന് പറഞ്ഞപ്പോൾ ക്യാപ്റ്റൻ ശമൂൽ അവിടെ നിന്ന് എഴുന്നേറ്റ് തൻ്റെ ബാഗും എടുത്ത് അവിടെ നിന്ന് യാത്ര ചെയ്തു എന്നാണ് കഥ. കാരണം ഇങ്ങനെയുള്ള കൾട്ട് ഗ്രൂപ്പുകളിൽ വ്യാജന്മാരുടെ ഇടയിൽ ഞാൻ വചനം ശുശ്രൂഷിക്കത്തില്ല, എന്നെ ദൈവം ശിക്ഷിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട കഥ താൻ തന്നെ നേരിട്ട് പറഞ്ഞത് ഞാൻ കേട്ടതുകൊണ്ട് ഞാൻ പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതിലും വലിയ വ്യാജങ്ങൾ പലതും നടക്കുന്നുണ്ട് ഇവിടെ. RSSകാരും BJPക്കാരും വിശ്വഹിന്ദു പരിഷത്തുകാരും ശിവസേനക്കാരുമല്ല പുതിയ നിയമസഭയുടെ എതിരാളികൾ, ശത്രുക്കളെന്ന് പെന്തക്കോസ്തുകാർ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ദൈവസഭയുടെ ശത്രുക്കൾ നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെ. വ്യാജ സുവിശേഷകന്മാർ, വ്യാജ പ്രവർത്തകന്മാർ, ദ്രവ്യാഗ്രഹികൾ, പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത സുവിശേഷകന്മാർ നമ്മുടെ ആത്മീയ ഗോളത്തിൽ കിടന്ന് വിലസുന്നുണ്ട്. കള്ളപ്രവചനം പറഞ്ഞും ദുർപദേശം പറഞ്ഞും അനേകരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യാജന്മാരെ. അങ്ങനെ ഒരു ഗ്രൂപ്പാണ് എഫെസോസ് സഭയിൽ പ്രവചിക്കാൻ ചെന്നത്. 7 സഭകളിലെ ആദ്യത്തെ സഭയായ എഫെസോസ് സഭയിൽ പ്രവചിക്കാൻ ചെന്നു. ആ എഫെസോസിൻ്റെ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ ഒന്നുമുള്ള വാക്യങ്ങളൊന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം കേട്ടോ. പറഞ്ഞു പോകുന്നതിനേക്കാൾ വചനം വായിക്കുന്നതാണ് നല്ലത്. വെളിപ്പാട് പുസ്തകം 2-ന്റെ 1 മുതലുള്ള വാക്യം. വെളിപ്പാട് പുസ്തകം 2-ന്റെ 1 മുതലുള്ള വാക്യം. എഫെസോസ് സഭയുടെ ദൂതന് എഴുതുക. 7 നക്ഷത്രം കർത്താവ് അരുളി ചെയ്യുന്നവൻ. അടുത്ത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൈക്കൊള്ളാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും. മതി. അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞു നടന്ന കള്ളന്മാരെ ഇന്ന് ആത്മീയഗോളത്തിൽ സ്വൈരമായി വിരഹിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പ്. കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടക്കന്മാരും. ആ യോഹന്നാന്റെ പ്രസ്താവന ഒന്ന് ശരിക്കും പഠിക്കണം. താൻ പറയുന്നത് കൊള്ളരുതാത്തവരെ എന്ത് ചെയ്തു? കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും. അപ്പോ എഫെസോസ് സഭയിൽ കൊള്ളരുതാത്തവരെ സഭ എന്ത് ചെയ്തു? സഭ അവരെ മാറ്റി നിർത്തി. അവരവരെ സഹിച്ചില്ല. നിങ്ങൾ കൊള്ളരുതാത്തവരാണ്, നിങ്ങളുടെ ഇടപാടൊന്നും ഇവിടെ വേണ്ട, നിങ്ങളുടെ പ്രബോധനവും വേണ്ട, നിങ്ങളുടെ പ്രസംഗവും വേണ്ട, നിങ്ങളുടെ പ്രവചനവും വേണ്ട, ഒന്നും വേണ്ട. കൊള്ളരുതാത്തവരെ സഹിച്ചുകൂടാത്ത സ്വഭാവമാണ് എഫെസോസ് സഭയ്ക്ക്. ഇന്ന് കൊള്ളരുതാത്തവരെ സഹിക്കുന്ന സഭയാണ് ഇന്നത്തെ സഭകളിൽ 99% എന്ന് പറഞ്ഞാലും തെറ്റില്ല.
ഒരു ഗുണമില്ലാത്തവരെ വചനം പ്രസംഗിക്കാനും അതും ഇതും ചെയ്യാനും ഒക്കെ പറഞ്ഞേൽപ്പിക്കുക. എന്നാൽ അപ്പോസ്തലന്മാരുടെ കൈക്കീഴിൽ ഉപദേശം കേട്ട് വന്ന എഫെസോസ് സഭ, ഒന്നാമത്തെ സഭയിൽ കൊള്ളരുതാത്തവരെ സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ എഫെസോസ് സഭ പരീക്ഷിച്ചു, കള്ളന്മാരെന്ന് കണ്ടു. ഇന്ന് ഈ കള്ളന്മാർ സഭയിൽ കിടന്ന് സ്വൈര്യമായി വിരഹിക്കുകയാണ്. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സ്നാനപ്പെടുത്താൻ ഇത്ര പേരെ തരാമെന്ന് പറയുമ്പോൾ അത് കള്ളന്മാരല്ലേ? സുവിശേഷ വേലയിൽ പ്രസംഗിക്കാനായിട്ട് ഇത്ര രൂപ വേണമെന്ന് പറയുമ്പോൾ അത് കള്ളന്മാരല്ലേ? പന്തൽ കെട്ടിയിട്ട് അതിൻ്റെ കാശ് അടിച്ചു മാറ്റിയവർ കള്ളന്മാരല്ലേ? ജനറൽ കൺവെൻഷൻ നടത്തിയിട്ട് അതിൻ്റെ പേരും പറഞ്ഞ് പൈസ മുക്കുന്നവർ കള്ളന്മാരല്ലേ? ഇവരെയൊക്കെ സഭ സഹിക്കുകയല്ലേ? എന്താ ഇവരെയൊക്കെ പുറത്താക്കാത്തത്? പുറത്താക്കുന്നവൻ്റെ തനി നിറം പുറത്താക്കപ്പെടുന്നവർ വെളിപ്പെടുത്തും. അപ്പോൾ ഇവർക്ക് നിലനിൽപ്പില്ലാതെ വരും. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇതൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല. പക്ഷേ ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല, പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന വ്യവസ്ഥകൾ നമ്മൾ പാലിക്കണം. കൊള്ളരുതാത്തവരെ കൊള്ളരുതാത്തവരായിട്ട് തന്നെ കാണണം. വഷളനെ എങ്ങനെ എണ്ണണമെന്നാണ് പുസ്തകം പറയുന്നത്? വഷളനെ നിന്ദ്യനായിട്ട് എണ്ണണം. വഷളവനെ പൊക്കി പിടിച്ച് ഞങ്ങളുടെ പാസ്റ്റർ, ഞങ്ങളുടെ ദൈവദാസൻ ആടെയാണ് കോടയാണെന്നൊക്കെ പറയുമ്പോൾ ചിന്തിച്ചോണം, വഷളത്വത്തിന് നീ കൂട്ടുനിൽക്കുകയാണ്. വഷളനെ നിന്ദ്യനായിട്ടുണ്ടാകാനാണ് എനിക്ക് തീരുമാനം. നല്ലവരെ നല്ലവരായിട്ട് കാണാനാണ് നമ്മുടെ തീരുമാനം. കള്ളന്മാരെ കള്ളന്മാരായിട്ട് കാണാനാണ് നമ്മുടെ തീരുമാനം. വ്യാജന്മാരെ വ്യാജന്മാരായിട്ട് പറയണം, അതാണ് നമ്മുടെ തീരുമാനം. തിരിച്ചു പറയരുത്. പത്രോസിനെ പോലും പൗലോസ് ശാസിക്കുന്ന ഭാഗം ഗലാത്യ ലേഖനത്തിലുണ്ട്. ഞാൻ നിങ്ങളെ എടുത്ത് കാപ്പിക്കുക. ഗലാത്യ ലേഖനം എടുത്താട്ടെ. ഗലാത്യ ലേഖനം. പത്രോസിനെ പോലും പൗലോസ് ശാസിക്കുന്ന ഭാഗം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ആദ്യമായിട്ട് ഞാനത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫീലായിപ്പോയി. ഞാനത് ദൈവമേ, ഇതെന്താ ഇങ്ങനെ ചെയ്യാനുള്ള കാര്യം? ഗലാത്യ ലേഖനം എടുക്കാം. ഗലാത്യ ലേഖനം 2:1 ഞാൻ വായിക്കുകയാണ് കേട്ടോ, ശ്രദ്ധിച്ചോണേ. 14 ആണ്ട് കഴിഞ്ഞ് ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും ഞാൻ യെരൂശലേമിലേക്ക് പോയി. ഞാനൊരു വെളിപ്പാടനുസരിച്ച് എത്രേ പോയത്. ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരുടെ വിശേഷാൽ പ്രമാണികളോട് വിരിച്ചു. എൻ്റെ കൂടെയുള്ള തീത്തോസ് എവനെങ്കിലും പരിചയം ഏൽപ്പാൻ ആരും അവനെ നിർബന്ധിച്ചില്ല. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാരായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുവേശുള്ള നമുക്കുള്ള സ്വാതന്ത്ര്യം ഉറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു. 5-ാം വാക്യം ഒന്ന് വായിച്ചേ. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്കൊരു നാഴിക പോലും ആർക്ക് വഴങ്ങിക്കൊടുത്തില്ല? നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർക്ക് പൗലൂസ് വഴങ്ങിക്കൊടുത്തില്ല. ഇവിടെ സഭയിൽ നുഴഞ്ഞു വന്ന് കള്ളപ്രവചനം പറയുന്ന കള്ളന്മാർക്ക് പാസ്റ്റർമാർ എന്ത് ചെയ്യുക? വഴങ്ങിക്കൊടുക്കുക. ഞാൻ വിചാരിക്കും, എന്തിനാ ഈ വഴങ്ങുന്നത്? കമ്മീഷൻ കിട്ടും. ഇടയ്ക്ക് ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു. എനിക്കത് വലിയ വിഷമായിപ്പോയി. ഞാൻ പുള്ളിയോട് പറഞ്ഞില്ല. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ഒരു അച്ചാൻ്റെ വീട്ടിലെ പെയിൻറ്റിങ് പണി അവിടെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ നല്ലൊരു പെയിൻറ്ററെ വേണോ. ഞാൻ ഒരു സഹോദരനെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ സഹോദരൻ അവിടെ ചെന്നു, വർക്കൊക്കെ പറഞ്ഞ് റെഡിയാക്കി. എന്നോട് ചോദിക്കുക, അച്ഛൻ എന്നോട് പറഞ്ഞതിന് എന്തെങ്കിലും ഉദ്ദേശം വല്ലതും ഉണ്ടോ എന്ന്. അപ്പോൾ പുള്ളി വിചാരിക്കുന്നത് ഞാൻ കമ്മീഷൻ അടിച്ചെടുക്കാൻ പോകണം. എനിക്ക് തോന്നുന്നൊരു 1.5 ലക്ഷം 2 ലക്ഷത്തിലൂടെയൊക്കെ വർക്ക് ഉണ്ടാകുമായിരിക്കും. പെയിൻറ്റിങ് എല്ലാം കൂടി ചേർന്ന് നല്ലൊരു തുകയുടെ വർക്കുണ്ട്. അതിൻ്റെ ഒരു കമ്മീഷൻ കിട്ടിയാൽ തന്നെ 2000, 3000, 4000, 5000 രൂപ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കമ്മീഷൻ അടിച്ചു പറ്റുന്ന പാസ്റ്റർമാരും വിശ്വാസികളെ എനിക്കറിയാമെന്നേ. 52 വർഷത്തെ ക്രിസ്ത്യ ജീവിതം കൊണ്ട് എനിക്കറിയാം. എന്നോട് ചോദിച്ചു, പാസ്റ്ററിന് എന്തെങ്കിലും അതിൽ അവകാശമുണ്ടോ എന്ന് ചോദിച്ചു. എനിക്കൊരു അവകാശവും ഇല്ല. നിങ്ങൾ തമ്മിൽ പറഞ്ഞൊത്ത് ജോലി ചെയ്തിട്ട് നിങ്ങളുടെ പാട്ടിന് പൊക്കോ. ഭംഗിയായിട്ട് ജോലി ചെയ്ത് തീർത്തു കൊടുക്കുക. കൃത്യമായി വ്യക്തമായി ജോലി ചെയ്യുക. പറഞ്ഞ സമയത്ത് ജോലി തീർത്തു കൊടുക്കുക. ക്വാളിറ്റി ആയിട്ട് ജോലി തീർക്കുക. എന്നിട്ട് ന്യായമായ പ്രതിഫലം മേടിച്ചു കൊള്ളുക. എനിക്ക് യാതൊരു ഇടപാടും ഇല്ലെന്ന് പറഞ്ഞു. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്?
നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർക്ക് ഒരു നിമിഷം പോലും എന്ത് ചെയ്തില്ല, വഴങ്ങിക്കൊടുത്തില്ല. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടി നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ ഒരു നാഴിക പോലും അവർക്ക് വഴങ്ങിക്കൊടുത്തില്ല. പ്രമാണികളായവരോ അവർ പണ്ട് തന്നെ എങ്ങനെയായിരുന്നാലും എനിക്കേതുമില്ല, ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം 11 വാക്യം വായിച്ച് 2:11, ഗലാത്യർ 2:11. എന്നാൽ കേഫാവ് അന്ത്യോക്യയിൽ നിന്ന് വന്നാറ്. കേഫാവ് എന്ന് പറഞ്ഞാൽ പത്രോസ്. അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്ത് നിന്നു. പത്രോസിൽ കുറ്റം കണ്ടപ്പോൾ അഭിമുഖമായി പത്രോസിനോട് എതിർത്ത് നിന്നു പൗലൂസ്. ആദ്യം അപ്പോസ്തലന്മാരുടെ കാര്യം പറയാട്ടോ. പത്രോസിലൊരു കുറ്റം കണ്ടപ്പോൾ, പത്രോസ് അപ്പോസ്തലനിൽ കുറ്റം കണ്ടപ്പോൾ പൗലൂസ് അപ്പോസ്തലൻ പത്രോസിനോട് എതിർത്ത് നിന്നു. അടുത്ത വരും മുമ്പേ ജാതികളോടുകൂടി പത്രോസ് തിന്നു പോകുന്ന ഒരു ബലഹീന സ്വഭാവം തനിക്കുണ്ടായിരുന്നു. അടുത്ത അവർ വന്നപ്പോഴോ പരിച്ഛേദനക്കാരെ കണ്ട് പത്രോസ് ഭയപ്പെട്ട് പിൻവാങ്ങി. അപ്പൊ യഹൂദന്മാരും അവനോടുകൂടി കപടം കാണിച്ച് ബർന്നബാസും അതിൽ തെറ്റിപ്പോയി അല്ലേ? ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോയി. മതി. ജാതികളോടുകൂടി തിന്നുപോകുന്ന ആ പത്രോസ് പരിച്ഛേദനക്കാർ വന്നപ്പോൾ ചാടി എഴുന്നേറ്റു. ഞാൻ അങ്ങനെയൊന്നും കഴിച്ചില്ല, ഒരു കപടം കാണിച്ചു, കപടം. പൗലൂസ് അത് കയറി പിടിച്ചിട്ട് പറഞ്ഞു, അതിനെ ശക്തമായി എതിർത്തു. അതാ ഭാഗം. ശേഷം യഹൂദന്മാരും അവനോടുകൂടി കപടം കാണിച്ചതുകൊണ്ട് ബർന്നബാസ് അവരുടെ കപടത്താൽ തെറ്റിപ്പോകാൻ ഇടവന്നു. അവർ 14 വാക്യം അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കേ, ചെവി പറയല്ല ചെയ്ത് എല്ലാവരും കേൾക്കേ കേഫാവിനോട് പറഞ്ഞത്, യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജാതികളുടെ യഹൂദ മര്യാദ പ്രകാരം ജീവിക്കുന്നു എങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പിക്കുവാൻ നിർബന്ധിക്കുന്നത് എന്ത്? കണ്ടോ, മനസ്സിലായ ദൈവമക്കളെ? പത്രോസിനെ പൗലൂസ് ശാസിക്കുക. ഭാഷന്മാരെ ശാസിക്കാറുണ്ടോ? ഇല്ലല്ലോ. ബായി പറഞ്ഞ് നടക്കുകയല്ലേ. കൃഷ്ണന്റെ കൈമയുടെ വൈദ്യം മേടിച്ച് തിന്നുകൊണ്ടിരിക്കുക. കുരുത്തക്കേട് കണ്ട ശാസിക്കാതെ സർജനം ചെയ്യാതെ പോയാൽ എന്തോ പറ്റും? തെറ്റായി പോകത്തില്ലേ? പത്രോസ് പരിജ്ഞാനമില്ലാത്തവനാ, വിവേകമില്ലാത്തവനാ, വിദ്യാഭ്യാസമില്ലാത്തവനാ. അപ്പൊ തന്നെ നല്ലൊരു വ്യക്തിത്വമാണ്. കർത്താവ് നേരിട്ട് ശുശ്രൂഷ ഏൽപ്പിച്ചവനാണ് പത്രോസ്. എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, എൻ്റെ ആടുകളെ പാലിക്കുക എന്ന് പറഞ്ഞ് കർത്താവ് നേരിട്ടാക്കി വെച്ച പത്രോസിനെ ആര് ശാസിക്കുന്നു? പൗലൂസ് ശാസിക്കുന്നു. എന്തുകൊണ്ട്? തെറ്റ് കണ്ടതുകൊണ്ട്. ഇന്ന് സഭകളിൽ അങ്ങനെ ചെയ്യാറുണ്ടോ? ഏത് കോനാമ്പിച്ച് കാണിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന രീതിയല്ലേ ഇന്ന് സഭകളിൽ. അതുകൊണ്ടാണ് സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളത്. കള്ളനെയും കവർച്ചക്കാരനെയും ചേർത്ത് പിടിക്കുന്ന പ്രസ്ഥാനങ്ങൾ, ലീഡർഷിപ്പുകൾ. ഞാനതിന് പറയുന്നത് അഹരോൻ ലീഡർഷിപ്പ് എന്നാണ് പറയുന്നത്. പ്രമാണം വാങ്ങാൻ പോയപ്പോൾ ദൈവകൽപ്പന ലംഘിച്ച് ജനത്തെ കൊന്നൊടുക്കിയ അഹരോന്റെ കൂട്ടുകാരായ ഇന്നത്തെ ശുശ്രൂഷകന്മാരിൽ നല്ലൊരു പങ്കെന്ന് പറയുന്നതിൽ വേദനയുണ്ട്, ദുഃഖമുണ്ട്. ആര് തെറ്റ് കാണിച്ചാലും ന്യായമായി ശിക്ഷിക്കുന്നൊരു ദൈവമുണ്ടെന്ന് വചനത്തിലൂടെ എന്തുകൊണ്ട് അവർ മനസ്സിലാക്കാത്തത്? മോശ ചെയ്ത തെറ്റെന്താ? എന്ത് തെറ്റ് ചെയ്തു മോശ? പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പാറയെ അടിച്ചു. നമ്പർ 1. നമ്പർ 2, ഒരു മിസ്രൈമിനെ കൊന്നു, തല്ലിക്കൊന്നു. 2 തെറ്റ് മോശ ചെയ്തപ്പോൾ ദൈവം അവനോട് എന്ത് പറഞ്ഞു? മിസ്കാ കൊടുമുടിയിൽ വെച്ച് നിന്റെ ലീഡർഷിപ്പിന് ഇതാ വിരാമമിടുക. പ്രാർത്ഥിച്ച് യോശുവയെ ആക്കാൻ പറഞ്ഞു. ശുശ്രൂഷ യോശുവയെ പരമേൽപ്പിക്കാൻ പറഞ്ഞു. ദൈവം ചെയ്തതാ, ഇത് പറഞ്ഞതാ, ഞാൻ ചുമ്മാ പറയല്ല. മോശയാണെന്ന് കരുതി ദൈവത്തിന് പക്ഷപാതമില്ല. ഇവിടെ പാസ്റ്റർമാര് നമ്മൾ ബലഹീന സഹോദരന്മാരാണ്, കുഴപ്പമൊന്നുമില്ല. കുഴപ്പം ഉണ്ടെന്ന് പഠിപ്പിക്കണം. തെറ്റ് ചെയ്തവന് ആ തെറ്റിനനുസരിച്ച് കണക്കിന് ശാസിക്കണം. അവരെ പുറത്താക്കേണ്ടവരെ പുറത്താക്കണം. ശിക്ഷ കൊടുത്ത് നിർത്തേണ്ടവരെ ശിക്ഷ കൊടുത്ത് നിർത്തണം. അപ്പോസ്തലന്മാർ ചെയ്തിരുന്നു. 1 കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടതുപോലെ പൗലൂസ് ശാസിച്ച് സാത്താനെ ഏൽപ്പിച്ചു. ഇന്നാണെങ്കിലോ അവനൊരു കാശുള്ളവനാണെങ്കിൽ അവൻ്റെ കാശ് മേടിച്ച് തിന്ന് അവന് സെക്രട്ടറി സ്ഥാനം കൊടുക്കത്തില്ലേ? അവന് സഭയിലെ മൂപ്പൻ സ്ഥാനം കൊടുക്കത്തില്ലേ? ഇതൊക്കെയല്ലേ ഇന്ന് നടക്കുന്നേ. എത്രയോ സഭകളിൽ ഇത് നടക്കുന്നു.
ഇതൊക്കെ കണ്ടും കേട്ടും കണ്ണ് മഞ്ഞളിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പത്രോസിനെ പൗലോസ് ശാസിച്ച ശാസനം ദൈവസഭയ്ക്ക് നല്ലൊരു ഉദാഹരണമാണ്. പത്രോസ് തെറ്റ് കാണിച്ചപ്പോൾ പൗലോസ് ശാസിച്ചു. എന്തിനാ ശാസിച്ചത്? ശാസിച്ചത് ആൾക്കാരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാനല്ല, പത്രോസിനെ മടക്കി വരുത്തുവാൻ. ദൈവം തെരഞ്ഞെടുത്ത പത്രോസിനെ സാത്താൻ തെറ്റിച്ച് കളയേണ്ട മുഖാന്തരങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ദർശനമുള്ള പൗലൂസ് പത്രോസിനെ മടക്കി വരുത്തുന്ന ഒരു അധ്യായമാണ് ഗലാത്യ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു പഠിച്ചോണം. നുഴഞ്ഞു വന്ന കള്ളസോരന്മാരെ പൗലോസ് അംഗീകരിച്ചില്ല. തെറ്റ് കാണിച്ച അപ്പോസ്തലനായ പത്രോസിനെയും പൗലോസ് അംഗീകരിച്ചില്ല. ശാസിച്ചു, തർജ്ജനം ചെയ്തു. പൗലൂസിൻ്റെ ശാസന പത്രോസ് ഏറ്റെടുത്തോ? ഞാൻ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. ഏറ്റെടുത്തോ? അതുകൂടി പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 15 വാക്യങ്ങൾ വായിച്ചാട്ടെ. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 15 വാക്യം. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും ഇത് എഴുതിയിട്ടുണ്ടല്ലോ. പൗലൂസിനെ കുറിച്ച് പത്രോസ് പറയുന്ന കാര്യമാണിത്. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലൂസും ശാസനയും തർജ്ജനമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവനോട് പകയും വിദ്വേഷം കാണിക്കുകയല്ല ചെയ്തത്. പൗലൂസ് തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം, പൗലൂസ് ഒരു ജ്ഞാനിയാണ്, പക്ഷേ ആ ജ്ഞാനമല്ല പൗലൂസ് ശുശ്രൂഷയിൽ ഉപയോഗിച്ചത്. തനിക്ക് ലഭിച്ച ജ്ഞാനം, ദൈവത്തിൽ നിന്ന് ലഭിച്ച ജ്ഞാനം, സ്വർഗത്തിൽ നിന്ന് ലഭിച്ച ജ്ഞാനം, സ്വർഗീയമായ ജ്ഞാനം, ഉയരത്തിലെ ജ്ഞാനം കൊണ്ട്, തനിക്ക് ലഭിച്ച ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് സകല ലേഖനങ്ങളിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കൊട്ടിക്കളയുന്നു. അപ്പോൾ പൗലൂസ് എഴുതിയ വചനങ്ങൾ, പ്രബോധനങ്ങൾ ശ്രേഷ്ഠമാണെന്ന് പത്രോസ് സാക്ഷ്യപ്പെടുത്തുക. കാരണം പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തി. ആ കേസോടുകൂടി പത്രോസ് നശിച്ചുപോയ തന്നെ. ദൈവസഭയിൽ കപടം കാണിച്ചാൽ നശിച്ചുപോയില്ലെന്ന് ആരാ പറഞ്ഞേ? ഇന്ന് കപടവിശ്വാസികളും കപട ശുശ്രൂഷകന്മാരും പെരുകി വരിക. അതാ സഭ ആത്മീകമായി നശിച്ചു പോകാനുള്ള കാരണം. സഭ ആത്മീകമായി തകർന്നിരിക്കുന്നതിന്റെ കാരണം വിശ്വസ്തയോടെ ഇടപെടുന്ന ശുശ്രൂഷകന്മാരില്ല. തെറ്റുകുറ്റങ്ങളെ ശാസിക്കുകയും തർജ്ജനം ചെയ്യുന്ന ശുശ്രൂഷകന്മാരില്ല. നല്ലൊരു ലീഡർഷിപ്പ് നമുക്കില്ല. അതാണ് ബാബു ജോൺ വേട്ടമല പാസ്റ്റർ പറഞ്ഞത്, നമ്മുടെ ആത്മീക നേതൃത്വത്തിൽ പുഴുക്കുത്തു പിടിച്ച ലീഡർഷിപ്പാണുള്ളത്. ആത്മീകരായ ഒരു ലീഡർഷിപ്പിനെയും കാണാൻ കഴിയുന്നില്ല. അവരുടെ ആത്മീയ നിലവാരങ്ങൾ തീരെ താണു കിടക്കുന്നവരാണ്. ദർശനമുള്ളവരില്ല, വെളിപ്പാടുള്ളവരില്ല, വചന വ്യവസ്ഥ പാലിക്കുന്നവരില്ല, സത്യസന്ധന്മാരില്ല. അതുകൊണ്ട് സഭകൾ മുഴുവൻ നല്ലൊരു ശതമാനവും തകർന്ന് തരിപ്പണമായി കിടക്കുക. ഇതെവിടെ ചെന്ന് അവസാനിക്കും? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും നരകത്തിൽ ചെന്ന് അവസാനിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പ്രബോധനങ്ങൾ ശക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. സ്തോത്രം. തമ്മിൽ സമാധാനമായിരിക്കും സഹോദരന്മാരെ. ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുക. അവ ക്രമം കെട്ട് നടക്കുന്ന പത്രോസ് ആണെങ്കിലും ആരാണെങ്കിലും അവരെ എന്ത് ചെയ്യണം? ബുദ്ധി ഉപദേശിക്കണം. വചനത്തിലൂടെ അവരെ ബുദ്ധി ഉപദേശിക്കണം. അല്ലെങ്കിൽ ആ ക്രമക്കേടിൽ ജീവിച്ചുകൊണ്ടിരിക്കും. ഇന്നത്തെ വിശ്വാസികൾ ക്രമം കെട്ട് നടക്കുന്നതിൻ്റെ കാരണം എന്താ? ക്രമത്തിൽ നടക്കാൻ പറഞ്ഞു കൊടുക്കാൻ ശുശ്രൂഷന്മാർക്ക് അറിയത്തില്ല. ചുമ്മാ പാട്ടുപാടി തുള്ളിച്ചുകൊണ്ട് നടക്കുക. പാട്ടുപാടി തുള്ളിച്ച് അവൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്ന കാശൊക്കെ അടിച്ചു മാറ്റി സൂര്യന്മാരായിട്ട് ജീവിക്കുക. ക്രമക്കേട് കണ്ട തിരുത്താൻ ആളില്ല. പൊളിറ്റിക്സിൽ ചെയ്യുന്നുണ്ടല്ലോ അത്. സുധാകരൻ എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരൻ ലീഡർ ഒരബദ്ധം പ്രസംഗിച്ചു. അതിനെ കൂടെ നിന്ന ലീഡേഴ്സ് എല്ലാം കൂടി ഈ ഉപ്പനെ കാക്ക ചുറ്റി വളഞ്ഞു കൊത്തുന്നത് പോലെ സുധാകരൻ എല്ലാവരും കൂടിയിട്ട് കൊട്ടാനിടയായി. ഇട്ട് കഴിയുമ്പോൾ സുധാകരൻ പറഞ്ഞു, അയ്യോ സഹോദരന്മാരെ, എനിക്കൊരു
ഒരു നാക്കുപിഴ വന്നു പോയതാണെന്ന് പറഞ്ഞ് പുള്ളി യഥാസ്ഥാനപ്പെട്ടു. അതുപോലെ ലീഡർമാരും അണികളും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റ് വരുമ്പോൾ ശാസിക്കുകയും തർജ്ജനയും ചെയ്യുന്ന രീതികൾ പൊളിറ്റിക്സിലുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ ആത്മീയഗോളത്തിലില്ല? ഇതാണ് ഏറ്റവും ദുഃഖകരം, വേദനാജനകം. ഇത് പാടില്ല. തെറ്റ് വരുന്നവരെ തിരുത്തണം. എന്നെ പലരും തിരുത്തിയിട്ടുണ്ട്. ആ തിരുത്തുകളെ ഞാൻ ബോധപൂർവ്വം മനസ്സിലാക്കി തിരുത്തിയ സ്വഭാവം എനിക്കുണ്ട്. അതാണ് എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ വിജയം. എന്നെക്കാൾ സീനിയറായ ഒരു പാസ്റ്റർ ഒരു തെറ്റ് കണ്ട് എന്നെ തിരുത്തുമ്പോൾ, ഇനി സീനിയർ അല്ലെങ്കിൽ പോലും തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? വീഴണം. നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ കൊട്ടാരത്തിൽ വന്നൊരു ദൂത് പറഞ്ഞു. ഒരാൾക്കൊരു 100 ആട്, ഒരാൾക്ക് ഒരാട്. 100 ആളുള്ളവൻ്റെ വീട്ടിൽ വിരുന്നിന് വന്നപ്പോൾ ഒരാടുള്ളവൻ്റെ ആടിനെ പിടിച്ച് കഷ്ണിച്ചു. ആരാണ് ആ നീചൻ? നീ തന്നെ. നാഥാൻ പ്രവാചകന്റെ മുൻപിൽ ദാവീദ് നിലത്ത് വീണ് കിടന്നുരുണ്ട് മാനസാന്തരപ്പെട്ട ചരിത്രം സത്യവേദ പുസ്തകം തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ദാവീദിന്റെ സിംഹാസനത്തിൽ ദൈവപുത്രനായ യേശുക്രിസ്തു 1000 ആണ്ട് വാഴാൻ വേണ്ടി വരുന്നുണ്ട്. ദാവീദ് പാപം ചെയ്തു, കൊലപാതകം ചെയ്തു. പക്ഷേ ദാവീദ് ആ പാപങ്ങളെ കൈപ്പോടെ ദൈവത്തിൽ കരഞ്ഞ് ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദിനെ കുറിച്ച് ദൈവം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ദാവീദിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ഈ സത്യം നമ്മൾ പഠിച്ചെടുക്കണം. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നാം പലരും പലതിലും തെറ്റിപ്പോകുന്നു. തെറ്റി അങ്ങ് പോകുകയല്ല, തെറ്റ് തിരുത്തി കൊടുക്കാൻ ആളുണ്ടാകും. തെറ്റ് തിരുത്താൻ തയ്യാറാകണം. തിരുത്താൻ ആളുണ്ടാകണം. തിരുത്തി മുമ്പോട്ട് പോകാൻ തയ്യാറാകാൻ ദൈവമക്കൾ തയ്യാറാകും. അത് ശുശ്രൂഷന്മാരാകട്ടെ, വിശ്വാസികളാകട്ടെ. ഇത് ചെയ്യാതെ പോയാൽ ഇനിയിപ്പോൾ പോകുന്ന പോലെയൊക്കെ പോയിക്കൊണ്ടിരിക്കും. ഒരു കൊഞ്ചാന്നും പറഞ്ഞ് ഞണ്ട് പോണ പോലെ ഒരു പോക്ക. കുഞ്ഞുങ്ങളോട് പറയും ഞണ്ട് നേരെ ചുവ നടക്കണമെന്ന് പറഞ്ഞിട്ട് തണ്ടും തള്ള കൊഞ്ച പോയാൽ എന്താ കാര്യം? അതുപോലെ ഇന്നായിപ്പോയി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ. പൗലോസിന്റെ പ്രസ്താവനയാ. അടുത്ത്, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.